ഒരുപാട് കാലമായിട്ട് ഒത്തിരി ടെൻഷൻ അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ അത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി കുറയ്ക്കുന്നത് നിങ്ങൾക്കറിയാം. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന് വരുന്ന ആൾക്കാരുടെ ഇടയിൽ പല കാരണങ്ങളോട് ടെൻഷൻ അടിക്കുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ജോലിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകാം, വീട്ടിലെ ഫാമിലി ഇഷ്യൂസ് കാരണം, അല്ലെങ്കിൽ എക്സാംസ് കാരണം. ഇനി ഇതൊന്നും അല്ലെങ്കിലും ഞാൻ പ്രഗ്നന്റ് ആവുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ മാത്രം എന്താ ഇങ്ങനെ എന്നുള്ള ആ ഒരു ഓവർ തിങ്കിങ് കാരണം ഇതുകൊണ്ടൊക്കെ വരുന്ന ഒത്തിരി മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ മെന്റൽ സ്ട്രെസ് അനുഭവിക്കുന്നവരുണ്ടാവും. ഇങ്ങനെ നിങ്ങൾ ക്രോണിക് സ്ട്രെസ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിയിലുള്ള സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ കൂടും. ഈ കോർട്ടിസോളിന് മറ്റു പല ഹോർമോൺസിനെയും, ഇപ്പം പുരുഷന്മാരിലാണെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ, സ്ത്രീകളിലാണെങ്കിൽ LH, FSH, അങ്ങനെ ഒരുപാട് ഹോർമോൺസിനെ ഡിസ്റപ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എന്താണ്, പുരുഷന്മാരിൽ സ്പേമിന്റെ ക്വാണ്ടിറ്റി കുറയാം, ചലനശേഷി കുറയാം. സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സ് ഇറഗുലർ ആവാം, ഓവുലേഷന് പ്രശ്നങ്ങൾ വരാം. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പ്രഗ്നന്റ് ആവാനുള്ള ചാൻസസ് കുറയും. ഇനി ഇങ്ങനെ ക്രോണിക് സ്ട്രെസ് വരുമ്പോൾ നിങ്ങളുടെ ഫെർട്ടിലിറ്റീനെ മാത്രമല്ല കേട്ടോ, നമ്മുടെ ശരീരത്തിലുള്ള ഒട്ടുമിക്ക ഓർഗൻസിനെയും പ്രവർത്തനങ്ങളെയൊക്കെ ഈ സ്ട്രെസ് ബാധിക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഇൻഫെർട്ടിലിറ്റിക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരാളാണെങ്കിലും, അല്ലെങ്കിൽ വേറെ ഏത് ഹോർമോണൽ ഡിസീസസോ അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും, ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പെട്ട ഒന്നാണ് നിങ്ങളുടെ സ്ട്രെസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്.